നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ എം.കോം 4th സെമസ്റ്ററിലെ ടാക്സ് പ്ലാനിങ്ങിലെ ഒരു പോർഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സബ്സിഡി ഫ്രം ടി ബോർഡ് സെക്ഷൻ 10 സെക്ഷൻ 13 അനുസരിച്ച് ഈ ടി ബോർഡിൽ നിന്ന് നമുക്ക് സബ്സിഡി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, ടാക്സ് അതിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം പ്രധാനമായിട്ടും എന്താണ് ടി ബോർഡിൽ നിന്നും നമുക്ക് എന്തിനാ കിട്ടുന്നത്? ബിസിനസ് ഇൻവോൾവ്ഡ് ഇൻ ഗ്രോയിങ് ആൻഡ് മാനുഫാക്ചറിങ് ടീ ക്യാൻ റിസീവ് സബ്സിഡീസ് ഫോർ റീപ്ലാന്റേഷൻ, റീപ്ലേസ്മെന്റ് ഓർ റിജുവനേഷൻ ഓഫ് ടീ ബിസിനസ്. അതായത് ഈ എന്താണ് ടീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടീയുടെ മാനുഫാക്ചറിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് അവിടെ റീപ്ലാന്റേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീപ്ലേസ്മെന്റിന് അല്ലെങ്കിൽ പുനരുജ്ജീവനം എന്നൊക്കെ പറയും. ആ ടീ ബിസിനസിന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട്, റീപ്ലേസ്മെന്റിന് അല്ലെങ്കിൽ റീപ്ലാന്റേഷനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും സബ്സിഡി കിട്ടുകയാണ് എങ്കിൽ ഈ സബ്സിഡി എന്താണ്? ഇൻകം ടാക്സിൽ എക്സംപ്റ്റഡ് ആണെന്ന് പറഞ്ഞത്. ദി സബ്സിഡീസ് ആർ എക്സംപ്റ്റ് ഫ്രം ഇൻകം ടാക്സ് ഇഫ് ദ ബിസിനസ് പ്രൊവൈഡ് എ സർട്ടിഫിക്കറ്റ് ഫ്രം ദി ടി ബോർഡ് വിത്ത് ദെയർ ഇൻകം ടാക്സ് റിട്ടേൺ. അപ്പോൾ ടി ബോർഡിൽ നിന്നും അവർക്ക് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് എന്താണ്, അതായത് പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട്, അതായത് ടീ ബിസിനസിന്റെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീപ്ലാന്റേഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് അവർക്ക് ടി ബോർഡിൽ നിന്നും എന്താണ് സബ്സിഡി റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് അവർ ഹാജരാക്കുന്ന പക്ഷം ഇൻകം ടാക്സ് റിട്ടേണോടൊപ്പം അവർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഹാജരാക്കുന്നതോടൊപ്പം എന്താണ് അവർക്ക് ആ സബ്സിഡിക്ക് എക്സംഷൻ കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ആ ഇൻകം അവർക്ക് എക്സംപ്റ്റഡ് ആയിട്ട് കിട്ടും. ഓക്കെ, the subsidy amount is not subtracted from the replantation expenses when calculating deductions. അപ്പോൾ നമ്മൾ ഡിഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, റീപ്ലാന്റേഷൻ എക്സ്പെൻസിൽ നിന്നും എന്ത് ചെയ്യുന്നില്ല, ഈ സബ്സിഡി എമൗണ്ട് അതുപോലെ ഡിഡക്ട് ചെയ്യുകയില്ല. Okay, the amount of subsidy will not set off against the expenditure on replantation for the purpose of for the deduction of the expenditure in computing the income. അതായത് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് കിട്ടിയ സബ്സിഡി എമൗണ്ട് എന്ത് ചെയ്യാറില്ല, സബ്സ്ട്രാക്ട് ചെയ്യാറില്ല. ഓക്കെ, ഡിഡക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഭാഗത്ത് കേട്ടോ. അപ്പൊ ഇത്രയാണ് ആ ഒരു പാരഗ്രാഫിൽ പറയുന്നതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്, ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ദെൻ അടുത്ത് നോക്കുക, എമൗണ്ട് റിസീവ്ഡ് ആ സബ്സിഡി ഫ്രം ത്രൂ എ കൺസേൺഡ് ബോർഡ് സെക്ഷൻ 1031. സെക്ഷൻ 1031 പറയുന്നത് എന്താണ്, ഒരു കൺസേൺഡ് ബോർഡിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു സബ്സിഡി രൂപത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമൗണ്ട് നമുക്ക് കിട്ടുകയാണെന്നിരിക്കുക. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ അത് എന്താണ് ചെയ്യേണ്ടത്? If you receive a subsidy from the government or relevant board like rubber board, coffee board or tea board, അപ്പോൾ റബ്ബറിനും കോഫി അതുപോലെ ടീ ഇതിനൊക്കെ ഓരോരോ ബോർഡുകൾ, ഗവൺമെന്റ് ബോർഡ്സ് ഉണ്ട്. അപ്പൊ ഇത്തരം ഗവൺമെന്റ് ബോർഡിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും സബ്സിഡി കിട്ടുകയാണെന്ന് വിചാരിക്കാം. എന്തിനു വേണ്ടി? ഫോർ റീപ്ലാന്റിംഗ് ഓർ റീപ്ലേസിംഗ് റബ്ബർ, കോഫി, കാർഡം പ്ലാന്റ് ഓർ അതർ സ്പെസിഫൈഡ് പ്ലാന്റ് ദാറ്റ് സബ്സിഡി ഈസ് നോട്ട് ടാക്സ്ഡ്. അപ്പോൾ ഇതുപോലെ നേരത്തെ മുകളിൽ പറഞ്ഞ പോലെ സെക്ഷൻ 1030 പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഇതുപോലെ നമുക്ക് ഈ റബ്ബർ, ഏലം, കോഫി, തേയില ഇങ്ങനെയുള്ള വിഭവങ്ങളുടെ കാർഷിക വിളകളുടെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് അതാത് ബോർഡിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ ആ ലഭിക്കുന്ന എമൗണ്ട് നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ അവൈലബിൾ ആ ടാക്സിൽ നമുക്ക് എക്സംഷൻ അവൈലബിൾ ആണ് എന്നാണ് പറയുന്നത്. ഇത് സെക്ഷൻ 1031 പറയുന്നത്. Okay, this tax exemption applies only to subsidies meant for the specific agriculture purpose. അതായത് നമുക്ക് എക്സംഷൻ കിട്ടുന്നത് നമുക്ക് തന്നിട്ടുള്ള ആ സബ്സിഡി എന്താണ്, ആ ഈ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക് അഗ്രികൾച്ചർ, അതായത് റബ്ബർ ആയിരിക്കണം അല്ലെങ്കിൽ കോഫി ആയിരിക്കണം അതല്ലെങ്കിൽ എന്താണ് ഏലമായിരിക്കണം. ഈ ഒരു ആവശ്യത്തിന് തന്നിട്ടുള്ള സബ്സിഡി എമൗണ്ട് ആ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കുമ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ആ ഒരു അതിന് ഫുള്ളി എക്സംഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ഇനി ഡിഡക്ഷൻ ഇൻ കേസ് ഓഫ് എമൗണ്ട് ഡിപ്പോസിറ്റ് ഇൻ ഡെവലപ്മെന്റ് അക്കൗണ്ട് സെക്ഷൻ 1033AB. ഓക്കെ, 33AB ഒക്കെ നമ്മൾ PGBP, പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓഫ് ബിസിനസ് പ്രൊഫഷൻ എന്നുള്ള സെക്ഷൻ ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് അത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ടീ അല്ലെങ്കിൽ റബ്ബർ ഡെവലപ്മെന്റ്, ടീ ഓർ കോഫി ഓർ റബ്ബർ ഡെവലപ്മെന്റ് നിന്നും ബോർഡിൽ നിന്നും നമുക്ക് എന്താണ് കിട്ടുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെവലപ്മെന്റ് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിഡക്ഷൻ കിട്ടുമോ കിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക നിങ്ങൾ ഇവിടെ ഈ പറയുന്ന പോയിന്റ്സ് നമുക്കൊന്ന് ചുരുക്കി പറയാം. ഇതിനകത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. Where an assessee carrying the business of growing, manufacturing tea or coffee or rubber in India has before expired 6 months from the end of the previous year or before the due date furnishing return which are received earlier, deposited with a national bank.
National Bank any amount in special account maintained by the assessee with the bank in accordance with a scheme approved by T board. ഡിപ്പോസിറ്റ് അത് എന്താണ് പറയുന്നത് ഞാൻ പറയാം. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഈ നമ്മുടെ എന്താണ് റബ്ബർ ഡെവലപ്മെന്റ് ബോർഡിൽ നിന്നും കിട്ടിയിട്ടുള്ള ആ ഒരു സബ്സിഡി എമൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസസ് ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ് ഈ ഏരിയയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ എമൗണ്ട് 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാം? അവർക്ക് ഈ ഇവര് പറയുന്ന തന്നെ ഈ ഡെവലപ്മെന്റ് ബോർഡ് പറയുന്ന കുറച്ച് ഏരിയയിൽ നമുക്ക് കുറച്ച് സേവിങ് സ്കീമിൽ നമുക്ക് കൊണ്ട് നിക്ഷേപിക്കാൻ പറ്റും. അങ്ങനെ നിക്ഷേപിക്കുകയാണ് എങ്കിൽ ആ നിക്ഷേപിക്കുന്ന എമൗണ്ടിൽ നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും എന്നുള്ളതാണ് സെക്ഷൻ 33A(b)യിൽ പറയുന്നത്. ഓക്കെ, യു ക്യാൻ ഡിപ്പോസിറ്റ് മണി ഇൻ സ്പെഷ്യൽ അക്കൗണ്ട് വിത്ത് നാഷണൽ ബാങ്ക്. അപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നാഷണലൈസ്ഡ് ബാങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഈ പണം നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. ഓക്കെ, ദ അക്കൗണ്ട് മസ്റ്റ് ഫോളോ സ്കീം അപ്രൂവ്ഡ് ബൈ ദി ടീ ഓർ കോഫി ഓർ റബ്ബർ ബോർഡ്. അപ്പം ടീ അല്ലെങ്കിൽ കോഫി റബ്ബർ ബോർഡിൽ അവർ പറയുന്ന ആ സ്കീം, അവരുടെ ആ സ്കീം അനുസരിച്ചുള്ള ഒരു അക്കൗണ്ട് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഓപ്പൺ ചെയ്യേണ്ടത്. ആ അക്കൗണ്ടിൽ നമ്മൾ പണം നിക്ഷേപിക്കുന്ന പക്ഷം നമുക്ക് എന്ത് കിട്ടും? അത് ആ നിക്ഷേപിച്ച എമൗണ്ടിൽ നമുക്ക് ഡിഡക്ഷൻ അവൈൽ ചെയ്യാൻ പറ്റും. ഏത് സെക്ഷൻ 33A(b) പ്രകാരം നമുക്ക് ഡിഡക്ഷൻ അവൈൽ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എത്ര ഡിഡക്ഷൻ കിട്ടുക അത് നോക്കാം. യു ക്യാൻ ഗെറ്റ് ഡിഡക്ഷൻ ഈക്വൽ ടു സ്മോളർ എമൗണ്ട് ഓഫ് ടോട്ടൽ ഡിപ്പോസിറ്റ് എമൗണ്ട് ഓർ 40% ഓഫ് യുവർ ബിസിനസ് പ്രോഫിറ്റ്. നമ്മുടെ ബിസിനസ് പ്രോഫിറ്റിന്റെ എന്താ 40%, അല്ലെങ്കിൽ എത്രയാണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്, ഇതിൽ ഏതാണ് ചെറിയ എമൗണ്ട്? അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ്, എന്താണ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് ഒരു 40,000 രൂപ, നമ്മുടെ ബിസിനസ് പ്രോഫിറ്റിന് 40% വരുന്നത് ഒരു 30,000 രൂപ. അപ്പോൾ ഇതിൽ ഏതാണ് ചെറുത്? 30,000 ആണ് ചെറുത്. അപ്പോൾ ഇതിൽ ഏതാണോ ചെറുത് ആ എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് സെക്ഷൻ 33A(b) അനുസരിച്ച് ക്ലെയിം ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ഡിപ്പോസിറ്റ് മെയ്ഡ്, എത്രയാണ് ഡിപ്പോസിറ്റ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ 40% ഓഫ് യുവർ ബിസിനസ് പ്രോഫിറ്റ്, നമ്മുടെ ബിസിനസ് പ്രോഫിറ്റിന്റെ 40%. ഓക്കെ, പിന്നെ ചില കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്, ഫോർവേഡ് സെറ്റ് ഓഫിന്റെ കണ്ടീഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അത് ചുരുക്കി പറയാം. ഞാൻ ഇതിലുള്ള പോയിന്റ്സ് അതുപോലെ വായിക്കുകയല്ല, ഞാൻ ചുരുക്കി പറയാണ്, നോക്കുക. Deposit must be made within 6 months after the financial year or before filing the tax return, whichever is earlier. നമുക്ക് ഇത് എന്താണ്, ഈ ഒരു സെക്ഷൻ പ്രകാരം, സെക്ഷൻ 33A(b) പ്രകാരം നമുക്ക് ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഡിപ്പോസിറ്റ് നമ്മൾ എന്ത് ചെയ്യണം? 6 മാസത്തിനുള്ളിൽ ചെയ്യണം. അത് ഫിനാൻഷ്യൽ ഇയർ ഡിപ്പോസിറ്റ് മസ്റ്റ് ബി മെയ്ഡ് വിത്തിൻ 6 months ആഫ്റ്റർ ദി ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ 6 മാസത്തിനുള്ളിലോ, അല്ലെങ്കിൽ എന്താണ്, റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? വിച്ച് ഏർലിയർ, ഏതാണ് ആദ്യം നടക്കുന്നത് അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തിട്ട് 6 മാസം അതിനുള്ളിൽ ഇതിൽ ഏതാണ് ആദ്യം വരുന്നത്? ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തിട്ടുള്ള 6 മാസമാണ് വരുന്നതെങ്കിൽ ആദ്യം വരുന്ന അതാണെങ്കിൽ ആ ഡേറ്റിൽ, അല്ലെങ്കിൽ എന്താ റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡേറ്റ് ആണ് ആദ്യം വരുന്നതെങ്കിൽ ആ ഡേറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ഡിപ്പോസിറ്റ് നടത്തിയിരിക്കണം. ഓക്കെ, the business account must be audited and audit report must be included with the tax return. അതുപോലെ തന്നെ ഈ മേഖലയിലെ ടീ, കോഫി, റബ്ബർ ആ ബിസിനസിന്റെ അവരുടെ ബിസിനസ് അക്കൗണ്ട് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യണം. ആ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മുടെ ടാക്സ് റിട്ടേണോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, then fund in the special account can only be withdrawn for specified business related purpose. അതുപോലെ തന്നെ ഈ ഒരു അക്കൗണ്ടിലുള്ള ഫണ്ട് ഉണ്ടല്ലോ, നമ്മൾ എന്താണ് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്, AB പ്രകാരം നാഷണൽ ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്തിട്ടുള്ള ആ അക്കൗണ്ടിലുള്ള ഫണ്ട് നമ്മൾ എന്താണ് സ്പെസിഫൈഡ് പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പെസിഫൈഡ് ബിസിനസ്, നമ്മുടെ ഏലം ബിസിനസ് ആണ്, അല്ലെങ്കിൽ റബ്ബർ ബിസിനസ് ആണെങ്കിൽ, ടീ ആണെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കണം ആ ഫണ്ട് ഉപയോഗിക്കേണ്ടത്. ദെൻ അൺഓതറൈസ്ഡ് വിഡ്രോവൽ ആർ ടാക്സബിൾ. അതായത് നമ്മൾ എന്താണ് ആ ഒരു ആവശ്യത്തിനല്ലാതെ അൺഓതറൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം എടുക്കുകയാണെന്നിരിക്കുക, അതെന്താണ്? അത് ടാക്സബിൾ ആണെന്ന് പറയാം. അപ്പൊ അൺഓതറൈസ്ഡ് വിഡ്രോവൽ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്താണ് ഇപ്പം ബിസിനസ് അക്കൗണ്ടിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഓഫീസിലെ മെഷീനറി വാങ്ങാണ്, അല്ലെങ്കിൽ എന്താണ് ഓഫീസ് ആവശ്യത്തിന് വേണ്ടി ഓഫീസിലെ സാധനങ്ങൾ, എന്താ പറയാ, മെഷീനറി പറയാം നമുക്ക്, അല്ലെങ്കിൽ മെഷീനറി അല്ല, ഫർണിച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, അപ്പോൾ ഇത് നമ്മുടെ ഈ ഫണ്ടിന്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ഈ ടീ, റബ്ബർ, അല്ലെങ്കിൽ എന്താണ് കോഫി, അതിന്റെ റീപ്ലാന്റേഷനും അതിനൊക്കെ വേണ്ടിയുള്ള ഫണ്ടാണ്. അപ്പൊ ആ ഫണ്ട് അതിന് അല്ലാത്ത വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്ന സാഹചര്യത്തിൽ അത് ടാക്സബിൾ ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഫണ്ട് ആർ വിഡ്രോൺ ഡ്യൂ ടു ബിസിനസ് ക്ലോഷർ, ഡെത്ത് ഓർ ലിക്വിഡേഷൻ, ദ എമൗണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ടാക്സബിൾ ഇൻകം. അതുപോലെ തന്നെ എന്താണ് നമ്മൾ
ഈ ഫണ്ട് ഈ സ്പെഷ്യൽ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുള്ള ഈ സ്പെസിഫിക് പർപ്പസിന് വേണ്ടി നിക്ഷേപിച്ചിട്ടുള്ള ഫണ്ട് ബിസിനസ് പൂട്ടി പോകുന്നതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്താണ് ആൾ മരിക്കുന്നതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഡെത്ത് ലിക്വിഡേഷൻ അങ്ങനെ ബിസിനസ് നിന്ന് പോയി ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് ലിക്വിഡേഷന്റെ കാരണം കൊണ്ട് ഡെത്തിന്റെ കാരണം കൊണ്ട് ബിസിനസ് പൂട്ടി പോവുക പാർട്ടീഷൻ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ചിലപ്പോൾ എന്താ ബിസിനസ് എന്താവും നിന്ന് പോകും. ഓക്കെ, അങ്ങനെ നിന്ന് പോകുന്ന കാരണം കൊണ്ട് നമ്മൾ ആ ഫണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ആ സമയത്തും എന്താണ് ആ അത് ഒരു ടാക്സബിൾ ഇൻകം ആയിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ പിന്നെ കുറച്ച് അഡീഷണൽ കണ്ടീഷൻസ് പറയുന്നുണ്ട്. ദ ഡിഡക്ഷൻ ആർ നോട്ട് അലൗഡ് ഫോർ എമൗണ്ട് യൂസ്ഡ് ടു ബൈ ഓഫീസ് എക്യുപ്മെന്റ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ അതായത് ഓഫീസ് എക്യുപ്മെന്റ് വാങ്ങാനൊന്നും അതായത് നമ്മൾ ആ പണം ആർ നോട്ട് അലൗഡ് ഫോർ എമൗണ്ട് യൂസ്ഡ് ടു ബൈ ഓഫീസ് എക്യുപ്മെന്റ് മിഷനറി ഫോർ ഗസ്റ്റ് ഹൗസ് ഓർ ഐറ്റംസ് ഓൾറെഡി ഫുള്ളി ഡെഡക്റ്റബിൾ ത്രൂ ഡിപ്രീഷിയേഷൻ. അതായത് എന്താണ് നമ്മൾ ഫുള്ളി ഡിപ്രീഷിയേഷൻ ആയിട്ട് നമ്മൾ ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുള്ള അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ 33 അനുസരിച്ച് വീണ്ടും നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ് ഓഫീസ് എക്യുപ്മെന്റ് വാങ്ങുവാൻ ചെലവാക്കി എന്ന് പറഞ്ഞ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മിഷനറി ഗസ്റ്റ് ഹൗസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചെലവാക്കി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഈ ഫസ്റ്റ് പർച്ചേസ്ഡ് വിത്ത് ദിസ് ഫണ്ട് ആർ സോൾഡ് ഓർ ട്രാൻസ്ഫർഡ് വിത്തിൻ 8 ഇയർ. അതുപോലെ ഈ അക്കൗണ്ടിലുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 8 എന്താണ് 8 മാസത്തിന് സോറി 8 ഇയർ അല്ലേ, സോറി ഈ പോയിന്റ്സ് നമുക്ക് സൈറ്റ് റീസ്റ്റോറേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ് കുറച്ചതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള അത്രയും പോയിന്റ്സ് നിങ്ങൾ അവിടെ നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് സൈറ്റ് റീസ്റ്റോറേഷൻ ഫണ്ട്. സെക്ഷൻ 33 ABA. സൈറ്റ് റീസ്റ്റോറേഷൻ ഫണ്ട് എന്നാൽ എന്താണ്, അതിന്റെ ഉപയോഗം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം. സൈറ്റ് റീസ്റ്റോറേഷൻ നോക്കുക. ഈ സൈറ്റ് റീസ്റ്റോറേഷൻ അതിന്റെ പേര് തന്നെയുണ്ട്. എന്താണ് സൈറ്റ് റീസ്റ്റോറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരു കോറി അതുപോലെ തന്നെ പിന്നെന്താണ് മൈനിങ് ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ആ കോറിയിൽ മൈനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സ്ഥലം പഴയപടി ആക്കിയെടുക്കുവാൻ വേണ്ടി വരുന്ന ഒരു എമൗണ്ട്, അതാണ് സൈറ്റ് റീസ്റ്റോറേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 33 ABA എന്താണ് അതിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സെക്ഷൻ 33 ABA നോക്കാം. ബിസിനസ് ഇൻവോൾവ്ഡ് ഇൻ ദി എക്സ്ട്രാക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് പെട്രോളിയം ഓർ നാച്ചുറൽ ഗ്യാസ് ക്യാൻ ഡിപ്പോസിറ്റ് ഫണ്ട് ഫോർ സൈറ്റ് റീസ്റ്റോറേഷൻ ഇൻ സ്പെഷ്യൽ അക്കൗണ്ട് വിത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് എന്താണ് നമ്മൾ ഈ പറഞ്ഞ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്ട്രാക്ഷൻ പ്രോസസ്സ്, അതായത് ഈ സ്ഥലങ്ങളൊക്കെ എന്താണ് ഖനനം ചെയ്യുന്ന ആക്ടിവിറ്റി ചെയ്യുന്ന ബിസിനസ്സുകൾ ഉണ്ടായിരിക്കും. അത്തരം ബിസിനസ്സുകൾക്ക് അവരുടെ ആ ബിസിനസ് അവസാനിച്ചതിന് ശേഷം ആ സൈറ്റ് എന്ത് ചെയ്യണം, റീസ്റ്റോർ പഴയപടി ആക്കി കൊടുക്കണം എന്നുള്ള നിയമമുണ്ട്. അപ്പൊ അങ്ങനെ പഴയപടി ആക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പ്രോഫിറ്റിൽ നിന്നും അവരുടെ ഫണ്ടിൽ നിന്നും ഒരു എമൗണ്ട് അവർക്ക് ഡിപ്പോസിറ്റ് സൈറ്റ് റീസ്റ്റോറേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് മാറ്റി വെക്കാം. ഓക്കെ, റിഡക്ഷൻ അപ് ടു 20% ഓഫ് ബിസിനസ് പ്രോഫിറ്റ് ഓർ ദി ടോട്ടൽ എമൗണ്ട് ഡിപ്പോസിറ്റഡ് വിച്ചർ ഈസ് ലെസ് ആർ അലോഡ്. അപ്പൊ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ് ബാങ്കിലാണ് ഈ ഡിപ്പോസിറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്താണ്, എത്രയാണ് ഡിഡക്ഷൻ അപ് ടു എന്ന് പറഞ്ഞെങ്കിൽ 20 ഒന്നുകിൽ പ്രോഫിറ്റിന്റെ നമ്മുടെ എന്താണ് ആ ബിസിനസ് ഇൻകത്തിന്റെ 20% അല്ലെങ്കിൽ എന്താണ് എത്രയാണോ ഡിഡക്ഷൻ അപ് ടു 20% ഓഫ് ബിസിനസ് പ്രോഫിറ്റ് ഓർ ദി ടോട്ടൽ എമൗണ്ട് ഡിപ്പോസിറ്റ്, നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ഇതിൽ ഏതാണോ ചെറിയ എമൗണ്ട് ആ എമൗണ്ട് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സൈറ്റ് റീസ്റ്റോറേഷൻ ഫണ്ടിലേക്ക് ഫണ്ട് നമ്മുടെ പ്രോഫിറ്റിൽ നിന്നും ഫണ്ട് മാറ്റി വെക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ അതിലേക്ക് നിക്ഷേപിക്കുന്ന എമൗണ്ടിന് കിട്ടുന്ന ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്, പ്രോഫിറ്റ് 20%, അല്ലെങ്കിൽ എന്താണ് ആക്ച്വൽ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇതിൽ ഏതാണോ ചെറിയ എമൗണ്ട് ആ എമൗണ്ട് നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ ആയിട്ട് ക്ലെയിം ചെയ്യാമെന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഈ സൈറ്റ് റീസ്റ്റോറേഷനുമായിട്ടുള്ള കണ്ടീഷൻ ആണ് നമ്മൾ പറയുന്നത്. നോക്കുക. അക്കൗണ്ട് മസ്റ്റ് ബി, ഞാൻ പറഞ്ഞു അക്കൗണ്ട് എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം. ഓഡിറ്റ് റിപ്പോർട്ട് മസ്റ്റ് ബി സബ്മിറ്റഡ് വിത്ത് ടാക്സ് റിട്ടേൺ. അക്കൗണ്ട് എന്ത് ചെയ്യണം, ഓഡിറ്റ് ചെയ്യണം. ആ ഓഡിറ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യണം, ടാക്സ് റിട്ടേണിനോടൊപ്പം സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അത് നേരത്തെ 33 ABയിൽ പറഞ്ഞത് അതേപോലെ തന്നെ ഇവിടെയും ചെയ്യണം. പിന്നെ ഫണ്ട് ക്യാൻ ഓൺലി ബി വിഡ്രോൺ ഫോർ സ്പെസിഫൈഡ് പർപ്പസ് അൺഓതറൈസ്ഡ് വിഡ്രോവൽ ആർ ടാക്സബിൾ. ഇവിടെയും എന്ത് ചെയ്യണം, ഫണ്ട് ഒരു പെർട്ടിക്കുലർ പർപ്പസിനായിരിക്കണം വിഡ്രോ ചെയ്യുന്നത്. സൈറ്റ് റീസ്റ്റോറേഷൻ എന്നുള്ള ആവശ്യത്തിനാണ് നമ്മൾ ഫണ്ട് വിഡ്രോ ചെയ്യുന്നത്. ആ ഫണ്ട് ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കണം. ഓക്കെ, അല്ലാത്ത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അത് പാടില്ല. പിന്നെന്താ പറഞ്ഞത്, ഈ ഫണ്ട് ആർ വിഡ്രോൺ ഡ്യൂ ടു ബിസിനസ് ക്ലോഷർ, ഡെത്ത്, ലിക്വിഡേഷൻ, ദ എമൗണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ടാക്സബിൾ ഇൻകം.
അതായത് നമ്മൾ ഫണ്ട് വിഡ്രോ ചെയ്യുന്നത് എന്താണ്, ബിസിനസ് പൂട്ടി പോകുന്നതിന്റെ ഭാഗമായിട്ടാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരാൾ മരിക്കുന്നതിന്റെ ഭാഗമായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫണ്ട് വിഡ്രോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ വിഡ്രോ ചെയ്ത എമൗണ്ട് എന്താണ്, ടാക്സബിൾ ആയിട്ട് മാറും. ഓക്കെ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, മാറി പറഞ്ഞിരുന്നു, മറ്റേ 33A(b)യിൽ പറഞ്ഞപ്പോൾ ഒന്ന് മാറി പറഞ്ഞതായിരുന്നു. ശ്രദ്ധിക്കുക ആ ഏരിയ, അഡീഷണൽ കണ്ടീഷൻസ് എന്ന രീതിയിൽ പറയുന്നത്. ഒന്ന്, ഡിഡക്ഷൻ ആർ നോട്ട് അലൗഡ് ഫോർ എമൗണ്ട് യൂസ്ഡ് ടു ബൈ ഓഫീസ് എക്യുപ്മെന്റ്, മിഷനറി, ഫോർ ഗസ്റ്റ് ഹൗസ് ഓർ ഐറ്റംസ് ഓൾറെഡി ഫുള്ളി ഡിഡക്റ്റബിൾ ത്രൂ ഡിപ്രീഷിയേഷൻ. അതായത് നമ്മൾ ഡിപ്രീഷിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്കറിയാലോ ഡിപ്രീഷിയേഷൻ ഇവിടെ സെക്ഷൻ 32 അനുസരിച്ച് നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. ഇവിടെ ബിസിനസ് ഇൻകം എന്നുള്ള ചാപ്റ്ററിൽ. ഇതൊക്കെ ബിസിനസ് ഇൻകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ 32 അനുസരിച്ച് നമ്മൾ ഓൾറെഡി ഡിപ്രീഷിയേഷൻ ക്ലെയിം ചെയ്തിട്ടുള്ള അതേ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സെക്ഷൻ 33A(b)(a) എന്ന പേരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓഫീസ് എക്യുപ്മെന്റിന്റെ പേരിൽ, അപ്പൊ ഇതിന് വേണ്ടി ചെലവാക്കിയതിന്റെ പേര്, ഗസ്റ്റ് ഹൗസിന് വേണ്ടി ചെലവാക്കിയ പേരിലൊന്നും നമുക്ക് ഡിഡക്ഷൻ വീണ്ടും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണ്, ഈ അസറ്റ് പർച്ചേസ്ഡ് വിത്ത് ദീസ് ഫണ്ട് ആർ സോൾഡ്. നമ്മൾ ഈ സൈറ്റ് രജിസ്ട്രേഷൻ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും അസറ്റ് വാങ്ങിയെന്ന് വിചാരിക്കുക. ആ അസറ്റ് നമ്മൾ 8 കൊല്ലത്തിനുള്ളിൽ വിറ്റു എന്ന് വിചാരിക്കുക. അങ്ങനെ വിറ്റിട്ടുണ്ട് എങ്കിൽ എന്താണ്, എമൗണ്ട് ഫുള്ളി ടാക്സബിൾ ആയിട്ട് മാറും. ഓക്കെ. അൺലെസ് ട്രാൻസ്ഫർ ടു ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റി ഓർ ഡ്യൂ ടു ബിസിനസ് സക്സഷൻ. ഓക്കെ. The central government can discontinue this deduction after specified date. സെൻട്രൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഈ എന്താണ് ഈ ഡിഡക്ഷൻസ് എന്ത് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ ഡേറ്റിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യാം. സെൻട്രൽ ഗവൺമെന്റ് തീരുമാനം എടുക്കാം, എന്താണ് ഈ ഇനി ഈ ഫണ്ടിൽ എന്താണ് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നത് ഇനി മുതൽ നിർത്താം, ഇനി ഇതിൽ ഡിഡക്ഷൻ ഇല്ല എന്നുള്ള തീരുമാനം ആർക്കും എടുക്കാം, സെൻട്രൽ ഗവൺമെന്റിന് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ. ഇത്രയാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ. അപ്പം ഇനി ഇനിയിപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് വഴി ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. പിന്നെ യെസ്, ഓക്കെ, അപ്പോൾ ശരി.